ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നല്ല അടിപൊളി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ ചിക്കൻ്റെ ഐറ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് മാത്രം ഇത്രയും ടേസ്റ്റ് ആക്കി എടുത്തിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് എന്താ അധികം ഓയിലും ഇതൊന്നും കൂട്ടാതെ പിന്നെ നമ്മള് ചിക്കനൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ ഒരുപാട് എണ്ണയിലിട്ട്ങ്ങാണ്ട് മുക്കി പൊരിക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ ഫ്രൈ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രേവി പോലെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇത് ചെയ്യാം ട്ടോ. അപ്പോൾ 2 രീതിയിൽ ഇത് ചെയ്യുക. അതിലൊരു രീതിയാണ് ഞാൻ ചെയ്യണത്. പിന്നെ ആദ്യത്തെ രീതി ഗ്രേവി ആയിട്ടുള്ളത് ഞാൻ ആ പറയുന്ന എത്തുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ പാൻ എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കട്ടിയുള്ള ഏതെങ്കിലും ഒരു ഉരുളിയോ അല്ലെങ്കിൽ ചീനച്ചട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ അതുപോലത്തെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടി ആകെ ഇതേ ചേർക്കണുള്ളൂ കേട്ടോ. കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടേക്ക് ഞാൻ കുറച്ച് സുറുക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സുർക്ക അതുപോലെ അല്ലെങ്കിൽ ചിലരൊക്കെ വിനീഗർ എന്നൊക്കെ പറയും ട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ സുർക്ക എന്നാ പറയല്. അതുകൊണ്ടാണ് ഞാൻ സുർക്ക എന്ന് പറഞ്ഞത് ട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഓപ്ഷണലാണ്. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ട്ടോ. വെറും മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് സുർക്ക ഒഴിച്ചുകൊണ്ട് വെക്കണതാണ് ഞാൻ കാണിക്കണത്. അപ്പോൾ അതിക്ക് ഒന്ന് വെറുതെ രസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുത്തതാണ്. ഇതൊന്നും വേണമെന്നില്ല ട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇല്ലെങ്കിൽ ആ ഒരു സമയത്ത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ട്ടോ. എന്നിട്ട് അതിന് ശേഷം അതുപോലെ ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം ഞാൻ ഈ ചിക്കൻ ഇന്നലെ വീട്ടിൽ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 2 കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗം, ലിവറിൻ്റെ ഭാഗം അങ്ങനെ ഓരോ ഭാഗങ്ങളുണ്ടാവില്ലേ. അപ്പോൾ അതും പിന്നെ കുറച്ച് കഷ്ണങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ മാറ്റി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല ഇന്ന് ഇങ്ങനെ ചെയ്യാന്നുള്ളത്. പിന്നെ ഇന്ന് എനിക്ക് എന്താ പറയുക, നമുക്ക് മടിയുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇതാട്ടത്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് മടി ഉണ്ടായിരുന്നു. ആ ഒരു ഇതുകൊണ്ടാണ് ഞാനിന്ന് ഇങ്ങനെ ചെയ്തെടുത്തത് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റാണ്. മടി ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒക്കെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ വല്ലാതെ അങ്ങനെ നിൽക്കുകയൊന്നും വേണ്ട. ചിക്കൻ പൊരിച്ചെടുക്കുകയാണെങ്കിലൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ നിൽക്കേണ്ടത്. ഇത് അടച്ച് വെച്ചുകൊണ്ട് സിമ്മിലിട്ടാൽ അത് അവിടെ ഒറ്റക്ക് ഇരുന്നുകൊണ്ട് അങ്ങനെ വെന്തോളും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വറ്റിച്ചെടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ട്ടോ. അപ്പോൾ ഞാൻ അടുപ്പിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടാണെങ്കിൽ കത്തണില്ല. ചില സമയത്ത് അങ്ങനെയാണ്. ആ ലൈറ്ററിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അല്ലാതെ ഗ്യാസിൻ്റെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചപ്പം പെട്ടെന്ന് ഗ്യാസ് തുറന്നിട്ടതില്ല. അപ്പോൾ ഒന്നായിട്ട് പാളി ട്ടോ. അപ്പോൾ ഏതായാലും ഞാനത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, തീ ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ വേവിച്ചെടുക്കാൻ പോണത് ട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അടുപ്പിൻ്റെ മേലെ നമുക്കൊരു കട്ടിയുള്ള, അതായത് കട്ടിയുള്ള കനത്തിന് വേണ്ടിയിട്ട് ഒരു കനം എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചുകൊടുത്താലും. അപ്പോൾ എനിക്ക് ഈ അടപ്പ് കറക്റ്റായിട്ട് നല്ല ഇതിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സമയം വന്ന് നോക്കിയപ്പോൾ ഇതുപോലെയാണ് ആയിട്ടുള്ളത്. കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വേവിച്ച് കഴിഞ്ഞാൽ, അതായത് ഗ്രേവി വറ്റിക്കാതെ കുറച്ച് നേരം കൂടി വെച്ചാൽ ഇപ്പോൾ ഏകദേശമൊക്കെ ഒരുവിധം വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി വെച്ച് കൊടുത്താൽ ആ ഗ്രേവി വറ്റിക്കാതെ അങ്ങനെ കഴിക്കണവർക്ക് അങ്ങനെയും കഴിക്കാം. നല്ല നല്ല ടേസ്റ്റ് ആട്ടോ അതിൻ്റെ ഈ ഒരു ഗ്രേവി നമുക്ക് ചോറ്റക്കൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്ക് ഫ്രൈ ചെയ്തതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഫ്രൈ ചെയ്ത രീതിയിലാക്കണത് ട്ടോ. അപ്പോൾ ഞാൻ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലത്തെ വെള്ളം അങ്ങോട്ട് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി അടച്ച് വെക്കട്ടെ. അടച്ച് വെച്ചാലാണ് ഇത് അതിൽ കിടന്നിട്ട് ഒന്നും കൂടി വെന്തിട്ട് അങ്ങോട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വല്യുള്ളിയോ അങ്ങനെ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഒരു വല്യുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 1 2 ഒക്കെ ഇട്ട് കൊടുക്കുക. അത് നമുക്ക് ചിക്കൻ ഇല്ലീനനുസരിച്ച്, അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ ഉള്ളൂല്ലോ. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വല്യുള്ളി ഞാൻ അവിടെ ഒരു മീഡിയം സൈസിലുള്ളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കറിവേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ മല്ലിച്ചപ്പ് പുതിന ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ അരിഞ്ഞങ്ങാണ്ട് ഇട്ട് കൊടുക്കാം ട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, മല്ലിച്ചപ്പും പുതിന ഇല്ല, കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല. കറിവേപ്പില ഞാൻ അത് തന്നെ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു വല്യുള്ളി എന്താട്ടെ ഇതിലിട്ടുങ്ങാണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി ട്ടോ. പിന്നെ നമ്മൾ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീ കത്തിക്കേണ്ട ആവശ്യമില്ല. തീ അപ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്തിടണം നല്ലത്. ഇല്ലെങ്കിൽ ആ ഒരു ഉള്ളി എന്താട്ടും അതിൽ കടന്നിട്ട് ഒന്നും കൂടി വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ചിക്കൻ്റെ കൂടെ ഫ്രൈൻ്റെ രീതിയിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ കടിക്കാൻ കിട്ടണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് ട്ടോ. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും വരും. അപ്പോൾ അതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.